രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ സസ്പെൻഷൻ നടപടി കോൺഗ്രസിന്റെ വെറും നാടകം മാത്രമാണെന്നാണ് പത്മജ വേണുഗോപാൽ പറയുന്നത്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള കോൺഗ്രസിന്റെ ശ്രമം മാത്രമാണ് ഈ നടപടിയെന്നാണ് BJP നേതാവ് പത്മജ പറയുന്നത്. മാങ്കൂട്ടം തെറ്റുകാരനല്ല, സത്യം പുറത്തു വരുമെന്നാണ് പത്മജ പറഞ്ഞു വെക്കുന്നത്. കുറെ നാൾ കഴിയുമ്പോൾ മാങ്കൂട്ടം തെറ്റുകാരനല്ലെന്നും പരാതി നൽകിയ സ്ത്രീകളാണ് തെറ്റുകാരെന്നും പറഞ്ഞു വരുമെന്നാണ് പത്മജ പറയുന്നത്. ഇക്കഴിഞ്ഞ ദിവസം വരെ രാഹുൽ രാജിവെക്കണമെന്ന് പറഞ്ഞവർ പെട്ടെന്ന് തീരുമാനം മാറ്റിയതിന് പിന്നിലെ ചേതോവികാരം എന്താണെന്ന് പത്മജ ചോദിക്കുന്നു. ആരുടെ ഫോൺ കോളിന് ശേഷമാണ് കോൺഗ്രസിന്റെ നിലപാട് മാറിയതെന്നാണ് പത്മജ ആരായുന്നത്. ആരുടെ സമ്മർദ്ദത്തിന്റെ പുറത്താണ് രാജിക്ക് പകരം സസ്പെൻഷൻ എന്ന നിലപാടിലേക്ക് എത്തിയെന്ന ചോദ്യവും അവർ ഉന്നയിക്കുന്നുണ്ട്. രാഹുലിനെതിരെ പലരും തന്നോടും പറഞ്ഞിട്ടുണ്ടെന്നും വന്ന പരാതികളെ പറ്റി മറ്റു പലർക്കും അറിയാമെന്നും പത്മജ വെളിപ്പെടുത്തി. ഇതിനുവേണ്ടി ഒരു അന്വേഷണ കമ്മീഷനെ രൂപീകരിക്കുമെന്നും അതോടെയെല്ലാം അവസാനിക്കുമെന്നും പത്മജ കൂട്ടിച്ചേർത്തു. പെൺകുട്ടി VD സതീശന് പരാതി നൽകിയെന്ന് പറഞ്ഞിട്ടും അതിൽ നടപടിയൊന്നും ഉണ്ടായി കണ്ടില്ലെന്നും അവർ കുറ്റപ്പെടുത്തി. സ്വന്തം തടി രക്ഷിക്കുക എന്ന സ്വാർത്ഥ താല്പര്യം മാത്രമാണ് എല്ലാവർക്കും ഉള്ളതെന്നും ഇതിലൊന്നും ഇനി ഒരു മാറ്റവും ഉണ്ടാവാൻ പോകുന്നില്ലെന്നും പത്മജ പറഞ്ഞു. ഒരു സ്ത്രീക്ക് മാന്യമായി അവിടെ ചെന്ന് കയറാൻ സാധിക്കുമോ എന്ന് പത്മജ ചോദിച്ചു. സ്ത്രീകൾക്ക് ഇനി എങ്ങനെ ധൈര്യപൂർവ്വം MLA കാണാൻ കഴിയുമെന്നും പത്മജ ചോദിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി പോലും നേരിട്ട് വന്ന് മാങ്കൂട്ടത്തിനെതിരെ പറഞ്ഞാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പത്മജ കുറ്റപ്പെടുത്തി. രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാൻ കോൺഗ്രസിൽ തന്നെ പലരും ശ്രമിക്കുന്നുണ്ട്. പരാതി പറഞ്ഞവർ മോശക്കാരും തെറ്റുകാരൻ വിശുദ്ധനുമാകുന്ന പ്രതിഭാസമാണ് ഉണ്ടാകാൻ പോകുന്നത്. കോൺഗ്രസിലെ നിലവിലെ സ്ഥിതി ഇതാണെന്നും പണ്ടൊന്നും ഇങ്ങനെ ആയിരുന്നില്ലെന്നും പത്മജ ചൂണ്ടിക്കാട്ടി. മുരളീധരൻ മാത്രമാണ് രാഹുൽ വിഷയത്തിൽ ശക്തമായൊരു അഭിപ്രായം പറഞ്ഞതെന്നും ബാക്കി ആരും ഒരക്ഷരം മിണ്ടിയിട്ടില്ലെന്നും പത്മജ കുറ്റപ്പെടുത്തി. ഉപതെരഞ്ഞെടുപ്പ് ആവശ്യപ്പെടില്ലെന്ന് BJP പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാജിവെക്കേണ്ടെന്ന് പറഞ്ഞതിന് കാരണം അതല്ലെന്നാണ് പത്മജ പറയുന്നത്. പലരുടെയും തല പോകും എന്നതാണ് കാരണം. കേരളത്തിലെയും ഡൽഹിയിലെയും നേതാക്കളാണ് രാഹുലിനെ സംരക്ഷിക്കുന്നത്. രാഹുൽ രാജിവെക്കരുതെന്നാണ് CPMന്റെയും ആവശ്യമെന്നും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ തങ്ങൾക്കൊരു ഗുണവും ഉണ്ടാകില്ലെന്നും അവർക്കറിയാമെന്നും പത്മജ കുറ്റപ്പെടുത്തി. കോൺഗ്രസ് നേതാക്കളെ കുറിച്ച് ധാരണയുണ്ട്, പക്ഷേ ഒന്നും പുറത്തു പറയാൻ കഴിയില്ലെന്നും പത്മജ പറയുന്നു. രാഹുലിന്റെ കയ്യിൽ വ്യക്തമായ തെളിവുകളുണ്ടെന്ന് പറയാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായെങ്കിലും ഒന്നും പുറത്തു വന്നിട്ടില്ലെന്നും പത്മജ പറഞ്ഞു. കോൺഗ്രസിൽ പണ്ട് 1-2 ഗ്രൂപ്പുകൾ മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും ഗ്രൂപ്പാണെന്നും പത്മജ കുറ്റപ്പെടുത്തി.